അഖിലാണ്ടനാഥൻ അല്ലാഹുവാണെന്ന ആത്മാവിൽ വിശ്വാസം കൊണ്ടോരേ. ആരാധ്യനായി അല്ലാഹു, ഏകൻ അല്ലാഹു മാത്രം അതുപോരേ. അഖിലാണ്ടനാഥൻ അല്ലാഹുവാണെന്ന ആത്മാവിൽ വിശ്വസിപ്പോരേ. ആരാധ്യനായി അല്ലാഹു, ഏകൻ അല്ലാഹു മാത്രം അതുപോരേ. പ്രാർത്ഥനയ്ക്കു പ്രത്യുത്തരമേകും അല്ലാഹുവിന്റെ നേരെ, പ്രാർത്ഥനയ്ക്കു പ്രത്യുത്തരമേകും അല്ലാഹുവിന്റെ നേരെ. ആർത്ഥനയും ആരാധനയും ഏക റബ്ബിന്റെ നേർക്ക് പോരേ. നിങ്ങൾക്കൊരല്ലാഹു പോരേ, നിങ്ങൾക്കൊരല്ലാഹു പോരേ. സൂര്യചന്ദ്ര നക്ഷത്ര സൗരയൂഥങ്ങൾ ചൂഴും സ്ഥലകാലങ്ങൾ, സൂക്ഷ്മജീവ പരമാണു തൊട്ടു കോടാനുകോടി സൃഷ്ടിജാലങ്ങൾ. സൂര്യചന്ദ്ര നക്ഷത്ര സൗരയൂഥങ്ങൾ ചൂഴും സ്ഥലകാലങ്ങൾ, സൂക്ഷ്മജീവ പരമാണു തൊട്ടു കോടാനുകോടി സൃഷ്ടിജാലങ്ങൾ. സർവാണ്ഡഗോള വ്യൂഹങ്ങൾ താനെ ചുറ്റുമൊരീ ശൂന്യാകാശം. സകലം പടച്ച റബ്ബിന്റെ നേർക്ക് പോരേ നിൻ ഭക്തിയാവേശം. നിങ്ങൾക്കൊരല്ലാഹു പോരേ, നിങ്ങൾക്കൊരല്ലാഹു പോരേ. ഇത്രയും കേട്ടിട്ട് വലിയ കുഴപ്പമൊന്നും അന്നും ഉണ്ടായില്ല. പിന്നെ അടുത്ത വരിയാണ്, കൊടികുത്തി കൊട്ടും വിളിയും നേർച്ചയും കോമരം തുള്ളലും ഹദ്ദാദും, കൊടിയ കുത്തുറാത്തീബും മാലയും ബൈത്തും ഖബറോത്തും മൗലൂദും. കൊടികുത്തി കൊട്ടും വിളിയും നേർച്ചയും കോമരം തുള്ളലും ഹദ്ദാദും, കൊടിയ കുത്തുറാത്തീബും മാലയും ബൈത്തും ഖബറോത്തും മൗലൂദും. അല്ലാഹ്ക്ക് വേണ്ടി അല്ലാതെ നേർച്ച വഴിപാട് ശിർക്ക് ബിദ്അത്ത് എല്ലാം ഒഴിച്ച് അള്ളാന്റെ നേർക്ക് പോരേ നിന്റെ ഇബാദത്ത്. നിങ്ങൾക്കൊരല്ലാഹു പോരേ, നിങ്ങൾക്കൊരല്ലാഹു പോരേ. ലാത്ത ഉസ്സ പോലുള്ള ബിംബ പൂജാതി കർമ്മങ്ങൾ അവർ കഴിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് വിട്ടവർ വഴിപിഴച്ചു. അക്കാലം തൊട്ട് അള്ളാനെ വിട്ട് ആരാധിച്ച അതേ കൂട്ടർ എക്കാലത്തും അതിക്കാലത്തും ഉണ്ട് ഇന്നും ഇവിടെയും ആ കൂട്ടർ. കൂട്ടരെ നിങ്ങൾക്കൊരല്ലാഹു പോരേ, നിങ്ങൾക്കൊരല്ലാഹു പോരേ. ഈ അപകടം ഉണ്ടായത് ഇവിടെയാണ്. നാഗൂർ, അജ്മീർ, ഗുരുവായൂർ, ശബരിമല യാത്രയും ഒന്നല്ലേ. നാനാവിധ ദർഗാ പൂജയും ജാരമൂടലും മുത്തലും ഇന്നില്ലേ. നാഗൂർ, അജ്മീർ, ഗുരുവായൂർ, ശബരിമല യാത്രയും ഒന്നല്ലേ. നാനാവിധ ദർഗാ പൂജയും ജാരമൂടലും മുത്തലും ഇന്നില്ലേ. ഷേഖ് മുരീദും തങ്ങളും തരീഖത്തും അല്ല മുസ്ലിം ശരീഅത്ത്. ശൈത്താനെ വിട്ട് റബ്ബിന്റെ നേർക്ക് ചെന്നാൽ കിട്ടും ഹിദായത്ത്. ഇത് പാടിയതോട് കൂടിയിട്ടാണ്
എനിക്ക് ആവേശം വരുമ്പോൾ ചിലപ്പോൾ ആവർത്തിച്ച് പാടും. ഇത് 2 വട്ടം പാടിയതോടുകൂടി പിന്നെ മതിയായി. പക്ഷെ ഞാൻ പാട്ട് നിർത്തിയില്ല കേട്ടോ, ഞാൻ പാട്ട് നിർത്തിയില്ല. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്ന ഒരു കാര്യമുണ്ട്. അങ്ങനെ ജനം ഒന്നായിട്ട് സ്റ്റേജിൽ കയറി ഇവരെ ജമീലിനെ കിട്ടണം, തല്ലണം, കൊല്ലണം എന്നായി. അതിൽ ഒരു രംഗം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ സ്റ്റേജിൽ ഒരു നല്ലൊരു ചെറുപ്പക്കാരൻ, നല്ല ഭംഗിയുള്ളൊരു ചെറുപ്പക്കാരൻ, നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ എന്നെ വന്ന് കെട്ടിങ്ങിട്ട് പിടിച്ചു. ഇത് ഉണ്ടായ സംഭവമാണ്. കെട്ടിപ്പിടിച്ചിട്ട് എനിക്ക് 2 ഭാഗത്തും ഉമ്മ തന്നിട്ട് പറഞ്ഞു, മിസ്റ്റർ ജമീൽ, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഈ ദുനിയാവിൽ ചെയ്ത ഏറ്റവും വലിയ സൽക്കർമ്മമാണിത്. ഞാൻ മരിച്ചിട്ടേ നിങ്ങൾ മരിക്കുള്ളൂ, നിങ്ങൾ അവിടെ നോളി എന്ന് പറഞ്ഞു. അതോട് കൂടിയിട്ട് എന്താ ഞാൻ പറയാ, ഒരു പക്ഷേ എനിക്ക് ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അഭിനന്ദനത്തിന്റെ വാക്കുകൾ അതാണ്. അത് ഇന്നും ഞാൻ എപ്പോഴും ഓർക്കും. അതാണ്. അപ്പൊ ആ വരി പാടിയതോട് കൂടിയിട്ടാണ് പിന്നെ ഈ പാട്ട് അവസാനിക്കുന്നത്. വയ്യ, പിന്നെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒച്ചിടണമെന്ന് ഗുരുവായൂർ. പിന്നെ അവസാനം, മാതൃകയില്ലാതെ ശുദ്ധശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചൊരു അല്ലാഹു, മാനവന്റെ നേർക്ക് എപ്പോഴും കരുണ ചൊരിയും മഹാനാം അല്ലാഹു. ഈ സംഗതി ഡോക്ടർ ഉസ്മാൻ എനിക്ക് നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തന്നതാണ്. അതായത് അള്ളാഹു സൃഷ്ടിച്ചു, ആ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞതാണ്, വിത്തൗട്ട് എനി മോഡൽ. അള്ളാഹു, ഞാനും കുറച്ചൊക്കെ ഖുർആൻ പരിഭാഷ വായിച്ചിട്ടുണ്ട്. അള്ളാഹു when he wants to create a thing, he only says be and it is എന്നാണ്. അതായത് കുൻ ഫയകൂൻ എന്ന്. അതാണ് മാതൃകയില്ലാതെ, യാതൊരു മാതൃകയില്ല, വിത്തൗട്ട് എനി മോഡൽസ് he created this universe എന്നുള്ള അർത്ഥത്തിലാണ് അത് പറയുന്നത്. മാതൃകയില്ലാതെ ശുദ്ധശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചൊരു അല്ലാഹു, മാനവന്റെ നേർക്ക് എപ്പോഴും കരുണ ചൊരിയും മഹാനാം അല്ലാഹു. അല്ലാഹു അല്ലാഹു, മാതൃകയില്ലാതെ ശുദ്ധശൂന്യതയിൽ നിന്നും സൃഷ്ടിച്ചൊരു അല്ലാഹു, മാനവന്റെ നേർക്ക് എപ്പോഴും കരുണ ചൊരിയും മഹാനാം അല്ലാഹു. മാനുഷ ജീവനാടിയിലും സമീപമിരിക്കുമൊരല്ലാഹു, മാനുഷ ജീവനാടിയിലും സമീപമിരിക്കുമൊരല്ലാഹു. മാത്രം മതിയല്ലേതു സഹായവും തേടാൻ പോരെ ഒരല്ലാഹു. നിങ്ങൾക്കൊരല്ലാഹു പോരെ, നിങ്ങൾക്കൊരല്ലാഹു പോരെ, നിങ്ങൾക്കൊരല്ലാഹു പോരെ, നിങ്ങൾക്കൊരല്ലാഹു പോരെ, നമ്മൾക്കൊരല്ലാഹു പോരെ. അസ്സലാമു അലൈക്കും.